നമ്മൾ ഡൈവിങ്ങിന്റെ കോഴ്സ് പഠിച്ചു, എങ്ങനെ ഈ പ്രൊഫഷനിലേക്ക് എത്തണം ഒക്കെ പഠിച്ചു. Yeah. പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, Yes. ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡൈവിങ്ങിൻ്റെ രണ്ട് തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കൂബേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സ്കൂബ ഡൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ മാസ്ക് ആണ്. കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാറ്റാണ്. വലിയ ഹാറ്റ് വരും, ഹെൽമെറ്റ് പോലെയുള്ളത് വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂബേനെ പറ്റി പറയുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ടാങ്ക് ഉണ്ട്, അതായത് എയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂബ സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ എടുക്കുന്നത് ഓക്സിജൻ ആണോ എന്നുള്ളത്. പ്യുവർ ഓക്സിജൻ എടുത്ത ഒരു 4 മീറ്റർ മാക്സിമം, അതിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ അത് ഓക്സിജൻ ടോക്സിക് ആവും, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു 3-4 മീറ്റർ വരെയൊക്കെയാണ് മാക്സിമം, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 3-4 മീറ്റർ എന്ന് പറയുമ്പോൾ സർഫസ് ലെവലല്ലേ അത്രേ വരുന്നുള്ളൂ. അതിന്റെ താഴത്തേക്ക് പോയാൽ ഓക്സിജൻ ടോക്സിക് ഒരു ഡീപ് ഡൈവിംഗ് പ്യുവർ ഓക്സിജൻ കൊണ്ട് കേട്ടോ. സോ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന പ്യുവർ ഓക്സിജൻ ആണ്. പ്യുവർ ഓക്സിജൻ ആണ്. അത് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് നമ്മൾ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അവിടെ ഒരു പ്രഷറിന്റെ വേരിയേഷൻസോ അതൊരു പുതിയൊരു പല ടൈപ്പ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഉണ്ട്. അപ്പം ഓക്സിജൻ തന്നെ നമ്മൾ പ്യുവർ ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിജനും ഉണ്ട്. അത് അങ്ങനെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഓക്സിജനാണ് നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിലൊക്കെ ആവശ്യമായിട്ടുള്ള ഇത് എടുക്കുന്നത്. അതല്ലാതെ നമ്മൾ ശ്വസിക്കുന്നത്, ഇവിടെ നമ്മൾ എന്താണോ ശ്വസിക്കുന്നത്, അതായത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നത്, അതായത് 21% മാത്രമാണ് ഓക്സിജൻ വരുന്നുള്ളൂ, ബാക്കി 79% നൈട്രജൻ ആണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ 1% എന്ന് പറയുന്ന അല്ലറ ചില്ലറ മറ്റ് വാതകങ്ങളൊക്കെ. സോ നമ്മൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് 21% ഓക്സിജനും 79% നൈട്രജനും എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസർ യൂസ് ചെയ്തിട്ട് ഇതിലുള്ള ഇപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള പൊടിപടലങ്ങൾ, പിന്നെ ജലാംശത്തിൻ്റെ അളവ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇതെല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് പ്യുവർ ആയിട്ടുള്ള എയറാണ് നമ്മൾ നമ്മുടെ സിലിണ്ടറിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അത് ഏകദേശം 200 ബാറിൻ്റെ ടാങ്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ടാങ്ക് നമ്മുടെ ബോഡീനായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ BCD, അതായത് ബോയൻസി കൺട്രോൾ ഡിവൈസ്. ഒരു സ്കൂൾ ബാഗ് പോലെ ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഉണ്ടായിരിക്കും. സോ ജസ്റ്റ് അത് കാണുമ്പോൾ മനസ്സിലായിരിക്കും, ഒരു സ്കൂൾ ബാഗ് പോലെ ഉണ്ടായിരിക്കും. നമുക്കത് ഇൻഫ്ലേറ്റ് ചെയ്യാനും ഡീഫ്ലേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. സോ അത് നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീട് മൂന്നാമത് വരുന്നതാണ് നമ്മുടെ റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. നമ്മൾ എയർ ഇങ്ങനെ ഫ്രീ ഫ്ലോ അല്ല, നമ്മളത് ആ ഒരു ഡിവൈസ്, ബ്രീത്തിങ് ഡിവൈസ് നമ്മൾ മൗത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഹെയിൽ ചെയ്യണം. നമുക്ക് വേണ്ട എയർ, എനിക്കിപ്പോൾ ഞാൻ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ടും വെക്കാം, ഇൻഹെയിൽ ചെയ്തും എക്സെയിൽ ചെയ്തുകൊണ്ടിരിക്കാം. എന്നതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട എയർ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഹെയിൽ ചെയ്തിട്ട് എടുത്തോളാം. അതുപോലെ തന്നെ ആ ഒരു ഡിവൈസിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എക്സെയിൽ ചെയ്യുകയും ചെയ്യാം. അല്ലാതെ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈസ് വായിലേക്ക് വെക്കുന്നു, ബ്രീത്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഹെയിലും എക്സെയിലും ഇതിൽ തന്നെ നമുക്ക് നടക്കും. സോ അത് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ആ ഒരു റെഗുലേറ്റർ തന്നെ 2 എണ്ണം ഉണ്ടായിരിക്കും, ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇപ്പം എന്തെങ്കിലും ഒരു എമർജൻസിക്ക് പ്രൈമറിക്ക് ഒരു ഡാമേജ് വരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. സോ അവിടെ നമ്മൾ സേഫ് തന്നെയാണ്. പിന്നീട് വരുന്ന ഒരു ഭാഗത്ത് വരുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് LPA ഉണ്ടായിരിക്കും, ലോ പ്രഷർ ഇൻഫ്ലേറ്റർ, ആൻഡ് SPG ഉണ്ടായിരിക്കും. ഈ SPG എന്ന് പറയുന്നതാണ് നമ്മുടെ ടാങ്കിൽ എത്ര എയർ ഉണ്ട്. ഇപ്പോൾ 200 ഞാൻ ഫില്ല് ചെയ്തു, ഞാൻ ബ്രീത്ത് എടുക്കും തോറും എന്ത് ചെയ്യും, ഇതിൽ എനിക്ക് കാണിച്ചു തരും ഇത്രത്തോളം എയർ ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്നുള്ളത്. സോ 50 ആണ് നമ്മുടെ റിസർവ് എന്ന് പറയുന്നത്. 50 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഓക്കെ എൻ്റെ എയർ കഴിയാറായി, ഇനി ഞാൻ സർഫേസിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, 50 വെച്ചിട്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെപ്ത്, അതായത് ഓരോ ഡെപ്തിലും നമുക്ക് ഇത്ര നേരം നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ പറഞ്ഞ ടൈമിൽ അത്ര ഡെപ്തിൽ ഇത്ര സമയം നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹെൽത്തിനെ വേറെ രീതിയിൽ നമ്മൾ അത് ബാധിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ പറഞ്ഞ ഡെപ്തിൽ പറഞ്ഞ ടൈം ലിമിറ്റിൽ മാത്രം നിൽക്കുക, എന്നിട്ട് തിരിച്ചു വരിക. സോ അതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ SPG യൂസ് ചെയ്യുന്നത്.
പിന്നെ അതിൽ തന്നെ ഡെപ്തും ഉണ്ടായിരിക്കും, എത്ര ഡെപ്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ 2 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ചിലതിൽ സിംഗിൾ ആയിരിക്കാം, ചിലത് ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് അതിൽ മാറ്റമുണ്ട്. പിന്നെ ഈ LP ആണ് നമ്മൾ BCD ആയിട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇൻഫ്ലേറ്റ് ആൻഡ് ഡീഫ്ലേറ്റ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ BCD എന്ത് ചെയ്യും, ഇൻഫ്ലേറ്റ് ആയി വരും, ലൈക്ക് എ ബലൂണിനെ പോലെ വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സർഫേസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എപ്പോഴാണോ ഡിസെൻഡ് ചെയ്യുന്നത് അപ്പം നമ്മളതിൽ ഡീഫ്ലേറ്റ് ബട്ടൺ ഉണ്ട്. ആ ഡീഫ്ലേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ എയർ, ഈ BCDയിലുള്ള എയർ പതുക്കെ റിലീസ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ പതിയെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെറ്റ് സ്യൂട്ടാണ്. വെറ്റ് സ്യൂട്ട് എന്ന് പറയുന്നത് അത് ഓരോ ക്ലൈമറ്റിന് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കേരളത്തിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് 3mm 2mm ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 7mm യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവിടുത്തെ വാട്ടർ ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പാണ്. എത്ര 16, 17 ഒക്കെയാണ് നോർമൽ ടെമ്പറേച്ചർ. വെള്ളത്തിലേക്ക് ആകുമ്പോൾ അതിലും കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു തണുപ്പ് നമ്മളതിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ് കൂട്ടുന്നത്. കേരളത്തിൽ നമ്മുടെ അറിയാലോ വെള്ളത്തിന് ഒരു ഇന്ത്യയിൽ നമുക്ക് 2mm ഒക്കെ മതി. 2mm മാത്രമല്ല, ഇപ്പം നമ്മുടെ നോർമൽ സ്വിമ്മിങ് ഇടുന്ന ഇതുണ്ടല്ലോ, സ്വിമ്മിങ് സൂട്ടുകളുണ്ടല്ലോ, അത് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനെല്ലാത്തിനും നമ്മളെപ്പോഴും ഡൈവിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് സേഫ്റ്റി വശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ വെറ്റ് സ്യൂട്ട് ഇടുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അണ്ടർ വാട്ടർ മറ്റേ ഫിഷിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു അക്വാട്ടിക് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് ഇതുണ്ടാവും, ലൈക്ക് ആ ബൈറ്റൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ വെറ്റ് സ്യൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ സേഫ് ആയിരിക്കും. ഡൈവ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. ഉണ്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് നമ്മൾ തോന്നുന്നത് ഒരു കല്ല് പോലെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് എടുക്കാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ശ്രമിക്കുന്ന സമയത്ത് നമ്മളത് കല്ലാന്ന് വിചാരിച്ചിട്ട് എടുക്കുമായിരിക്കും, പക്ഷേ സംടൈംസ് അത് സ്റ്റോൺ ഫിഷ് ആയിരിക്കും. സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സംടൈംസ് നമ്മുടെ കൈയിൻ്റെ ഇതൊക്കെ മുറിച്ച് കളയേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് നമ്മുടെ ഡൈവിംഗ് ലൈഫിന്, കരിയറിന് തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ്. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള വെറ്റ് സ്യൂട്ടുകൾ യൂസ് ചെയ്യും. വെറ്റ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഫുൾ കവറിങ് ആയിരിക്കും, ഹാഫായിട്ട് വരുന്നതുണ്ടായിരിക്കും, ഫുള്ളായിട്ട് വരുന്നതുണ്ടായിരിക്കും. അത് ഓരോ ക്ലൈമറ്റിന് അല്ലെങ്കിൽ ഓരോ കൺട്രീസിനനുസരിച്ച് അതിൻ്റെ തിക്നെസ്സിലുള്ള വ്യത്യാസങ്ങൾ വരും. മീൻസ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഒരു 2-3 അത്ര തിക്നെസ്സേ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 7mmൻ്റെയാണ്. ബിക്കോസ് അവിടുത്തെ വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. സോ ആ തണുപ്പിനെ നമുക്ക് അതിനെ അതിജീവിക്കണമെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് അറിയാലോ നോർമൽ വാട്ടറാണ്, നമുക്കത് പ്രശ്നം വരില്ല. നമ്മുടെ നോർമൽ സ്വിമ്മിംഗ് സൂട്ടിൽ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഡൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെള്ളത്തിന്റെ സർഫസിന്റെ മുകളിൽ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും, താഴെ വേറെ ടെമ്പറേച്ചർ ആയിരിക്കും. ഇന്ത്യയിലെ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി അത് മാത്രമല്ല, സംടൈംസ് മേലെ നല്ല ഒരു വാം വാട്ടർ ആയിരിക്കും, കുറച്ചും കൂടി ഒരു സെൻറ്ററൊക്കെ എത്തുന്ന സമയത്ത് പ്രത്യേക ഒരു തണുപ്പ് നമുക്ക് അടിക്കും. അതിന് നമ്മൾ തെർമോക്ലൈൻ എന്ന് പറയും. അതും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അവിടെ വാം ആയിരിക്കും. സോ വെള്ളത്തിന്റെ അടിയിൽ ഡിപ്പെൻസ് ആണ് നമുക്ക് ഓരോ സ്ഥലത്തും. ആഫ്രിക്കയിൽ നോർമൽ സർഫസിലേ നല്ല ടെമ്പറേച്ചറാണ്. അപ്പൊ പിന്നെ താഴത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഭയങ്കര ഹെവി ആയിരിക്കും, ഭയങ്കര തണുപ്പ്. ഈ തണുപ്പ് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഹൈപ്പർ തെർമിയ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൂടുതൽ തണുപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വരും. നമുക്ക് തണുപ്പ്, വിറയൽ വരും, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതുപോലെ തന്നെ ഒരുപാട് ചൂട് ആയിട്ടുണ്ടെങ്കിലും അതിനെ ഹൈപ്പർ തെർമിയ എന്ന് പറയും. അത് ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡീനെ അത് ഹെൽത്തിനെ അത് ബാധിക്കും. സോ അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെറ്റ് സ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അക്വാട്ടിക് ലൈഫ്. നമ്മൾ പലതും ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ആ ഭംഗീനെ ആലോചിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നാലായിരിക്കും അതിൻ്റെ ആ ഒരു വേറൊരു വേർഷൻ നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡൈവ് ചെയ്യാൻ വേണ്ടി പോയി, എന്തോ ഒരു നല്ല ഭംഗിയുള്ള ഒരു കല്ല് പോലൊരു സാധനം കിടക്കുന്നു, ഞാനത് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സംടൈംസ് അത് സ്റ്റോൺ ഫിഷ് ആവും. സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ കൈ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഇൻഫെക്ഷനായിട്ട് നമ്മുടെ ഡൈവിങ് കരിയറിന് തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്യുക.
ഫുൾ കെയർ ചെയ്യുക. ഈവൻ നമുക്കൊരു ഗ്ലൗസ് ഇടാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവിങ് ഗ്ലൗസ് വരെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ആ ഒരു പ്രശ്നങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അതൊക്കെ ഈ ഒരു വെറ്റ്സ്യൂട്ട് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലൊരു ബൈറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നമ്മൾ അതിന് സംഭവിക്കും. ഈ ഒരു വെറ്റ്സ്യൂട്ടുകൾ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈവ് മാസ്ക് ആണ്. ഡൈവ് മാസ്ക് നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ് അത് നോർമൽ ഗ്ലാസ് ആണോ എന്നുള്ളത്. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ വാട്ടർ പ്രഷർ ഭയങ്കര കൂടുതലാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ. സോ അത് എന്താവും ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ കണ്ണിലേക്കൊക്കെ കുത്തി കയറും. സോ നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി ചെക്കൊക്കെ ചെയ്ത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രഷർ ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിനൊക്കെ എങ്ങനെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അത് പൊട്ടിത്തെറിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെമ്പേർഡ് ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡൈവ് മാസ്ക് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കാലിലിടുന്നത് നമ്മളെപ്പോഴും ഈ ലൈക്ക് താറാവിൻ്റെ ഒക്കെ കാല് കണ്ടില്ലേ കുറച്ചിങ്ങനെ. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫിൻസ് എന്ന് പറയും ഇതിനെ, നമ്മൾ ഫിൻസ് യൂസ് ചെയ്യും. അത് നമ്മുടെ ഡൈവിങ് ചെയ്യുമ്പോഴാണെങ്കിൽ പോകാൻ പറ്റുമോ? പോവാം. ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ഡൈവ് ചെയ്യുന്നവർ നമ്മൾ ഫിൻസ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കാലും ഷൂ മാത്രമേ, ഡൈവിങ് ബൂട്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്കൂബ ഡൈവിങ്ങിൽ നമ്മൾ കൊമേഴ്ഷ്യൽ അത് യൂസ് ചെയ്തുകൊണ്ട് ഗുണമില്ലാത്തതുകൊണ്ടാണോ അതോ അല്ല, നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടിയൊക്കെ നമുക്ക് എന്താണ് അത് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇടാണ്ട് വർക്ക് ചെയ്യുന്നതും ഉണ്ട്. കൂടുതലായിട്ട് പിന്നെ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഒരു പവറിലാണ് നമ്മൾ എന്താ പറയുക അസെൻഡ് ചെയ്യുന്നതും ഡിസെൻഡ് ചെയ്യുന്നതും എല്ലാം. ടോപ്പ് ടു ബോട്ടം ഇത് ഫുൾ ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡൈവ് മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ സിലിണ്ടർ ഉണ്ട്, ഡൈവിങ് സിലിണ്ടർ ഉണ്ട്, BCD ഉണ്ട്, ബോയൻസി കൺട്രോൾ ഡിവൈസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്റർ, വെറ്റ്സ്യൂട്ട്, ഫിൻസ്, ഡൈവിങ് ബൂട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്നോർക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അത് ഡിപ്പെൻസ് ആണ്, യൂസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് കോമൺലി തോന്നുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, വാട്ട്സ് ദ പ്രൈസ് ആൻഡ് വെയിറ്റ്? ഓക്കെ, നമ്മുടെ ഡൈവിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്പെൻസ് ആണ്. കാരണം എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എക്സ്പെൻസീവ് ആണ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സിലിണ്ടർ ആണെങ്കിൽ ഏകദേശം ഇതുപോലെ തന്നെ ചെറിയ സിലിണ്ടേഴ്സ് ഉണ്ട്, വലിയ സിലിണ്ടേഴ്സ് ഉണ്ട്, 17 കിലോ വരെ വരുന്ന സിലിണ്ടേഴ്സ് ഉണ്ട്. സോ എൻ്റെ ഇപ്പോൾ ഒരു ഇത് പറയുമ്പോൾ സിലിണ്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്ററിന് നമുക്കൊരു 2 കിലോ 3 കിലോ കൊടുക്കാം. പിന്നെ ഈ വെള്ളത്തിലേക്ക് സ്മൂത്തായി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വെയിറ്റ് ബെൽറ്റുകൾ യൂസ് ചെയ്യും. സോ നമ്മുടെ ഉണ്ടല്ലോ ലിഡ് എന്ന് പറയുന്നത്, അത് വെച്ചിട്ട് നമ്മൾ 1 kg അല്ലെങ്കിൽ 2 kg ഒക്കെ എന്തുണ്ടാക്കും, വെയിറ്റ് ബെൽറ്റുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട്, വെയിറ്റ് ബെൽറ്റ് ഉണ്ട്. ആ വെയിറ്റ് ബെൽറ്റിന് നമ്മൾ ഇതുപോലത്തുള്ള വെയിറ്റ്സുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെൽറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതും കൂടി ഇതാക്കും. അത് കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഡിസെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് ഇതൊരു എമർജൻസി ടൈമിൽ അത് ഊരിക്കളയാൻ പറ്റും. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, അണ്ടർ വാട്ടറിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ സർഫേസിനായിക്കോട്ടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യാന്നില്ല. കാരണം നമ്മൾ ഇവരെ ക്യാരി ചെയ്യുന്നതോടുകൂടി തന്നെ ഈ വെയിറ്റിൻ്റെ ബെൽറ്റും കൂടി വേണമല്ലോ, വെയിറ്റ്. സോ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെയിറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്ത് കളയും. ഇതേ സാധനം തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ബെൽറ്റ്. യെസ്, വെയിറ്റ് ഇല്ല, ചില ആളുകൾ യൂസ് ചെയ്യും, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. വെയിറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ കൂടുതലായിട്ട് വരുന്നില്ല. ബിക്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിനെ ഞാൻ പറഞ്ഞു 17 കിലോ ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന് ഏകദേശം 14 കിലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, താഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇറങ്ങിപ്പോവും. സ്കൂബയിലാകുമ്പോൾ ഈ സിലിണ്ടറിന് മാത്രമാണ് ഒരു ഹെവി വെയിറ്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സ്മൂത്തായിട്ട് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വെയിറ്റ് ബെൽറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. ഇപ്പോൾ ഈ ഒരു ആവറേജ് പ്രൈസ് പറയുകയാണെങ്കിൽ എത്ര ഒരു എമൗണ്ടിൽ കോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്, നമ്മുടെ എക്യുപ്മെന്റ്സിന് എല്ലാം കൂടിയിട്ടോ? ഇപ്പോൾ ഒരാൾ ഡൈവ് ചെയ്യാൻ പോവാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര രൂപയുടെ എക്യുപ്മെന്റ്സ് ആവശ്യം വരും എല്ലാം കൂടിയിട്ട്? എന്തായാലും ഒരു 1 lakh എബോ, അല്ലെങ്കിൽ 1 lakh എബോ, ഒരു 1,50,000. പിന്നെ അത് മാത്രമല്ല, ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ബ്രാൻഡിൻ്റെ എടുക്കാം. അതല്ല എൻ്റെ ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. പക്ഷെ അതും എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ പറയുന്നത്. സോ എന്തായാലും ഒരു 10, 50, 75,000 രൂപ അതിനും വേണം. കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനം വരെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം റീയൂസബിൾ ആണ്? യെസ്, എല്ലാം റീയൂസബിൾ ആണ്. എത്ര നാൾ വരെ യൂസ് ചെയ്യാം നമുക്ക് ഈ എക്യുപ്മെന്റ്സ് എല്ലാം?
അത് നമ്മൾ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ. ടൈം പീരീഡ് ഉണ്ട്, പക്ഷേ നമ്മൾ എങ്ങനെ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണു എന്നുള്ളതിലാണ്. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണു എന്നുള്ള കാര്യത്തിലാണ് ഏഹ്, എല്ലാം ഇരിക്കുന്നത്. മീൻസ് ഓരോ ഡൈവ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മളത് പാക്കപ്പ് ചെയ്യാൻ. വാഷ്. നോർമൽ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ഡെറ്റോളും കൂടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഡെറ്റോളും കൂടി യൂസ് ചെയ്തിട്ട് കഴുകി ഡ്രൈ ചെയ്തിട്ട് വേണം പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. പേഴ്സണൽ ഹൈജീനിക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വെറ്റ് സ്യൂട്ട് ഇടും. ഈ വെറ്റ് സ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് നമുക്ക് അങ്ങനെ ഇതാക്കാനൊക്കെ. നമുക്ക് ഓൾറെഡി നമുക്കറിയാം, നമുക്കൊരു മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ അങ്ങനെ ഇതാക്കുന്ന സമയത്തോ യൂറിൻ പാസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. എല്ലായിടത്തും ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എന്താ പറയുക, നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ വെറ്റ് സ്യൂട്ടിൽ തന്നെ പീ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മൾ കഴുകാണ്ടാണ് പിന്നെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ട്. അതും അങ്ങനെ പീ ചെയ്താലും വലിയ ഇൻ്റർനാഷണൽ പ്രോബ്ലം ഒന്നും അല്ല, സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാം. അത് വാഷ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാം. നോ പ്രോബ്ലം, അതിനൊന്നും അങ്ങനെ പ്രശ്നമുള്ള കാര്യമില്ല. അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം. അത് പെട്ടെന്നൊന്നും നാശമായി പോവില്ല കേട്ടോ. പ്രൊഫഷണൽ ആണെങ്കിൽ എത്ര നാൾ, ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം യൂസ് ചെയ്താൽ? അയ്യോ, അതിന്റെ മേലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ലൈക്ക് ഒരു ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലോങ് ടൈം, യെസ്, അതാ പറയുന്നത്. ലോങ് ടൈം ആണ് നമ്മുടെ സംഭവങ്ങളെല്ലാം. അതിപ്പോ 1 ഇയർ കഴിഞ്ഞിട്ട് മാറ്റി, നോ, അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പൊട്ടി പോവൊക്കെ ആണെങ്കിൽ പുതിയത് മേടിക്കാന്നല്ലാണ്ട് ഉള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എവിടെയാണ് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്? നമ്മൾ കേരളത്തിലാവുമ്പോൾ നമുക്ക് ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടും? ഓക്കെ, നമുക്ക് ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ഡിക്കാത്തലോണിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു ഇതുണ്ട്, പിന്നെ പോണ്ടിച്ചേരിയിലുണ്ട്. അങ്ങനെ റെയർ ആയിട്ടുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട്, ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഓക്സിജൻ എവിടുന്നാ ഫിൽ ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നതിൽ അത് നമ്മുടെ കംപ്രസർ ഉണ്ട്, കംപ്രസർ ഓൺ ചെയ്യുക, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഡൈവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല, അത് പ്യുവർ ഓക്സിജൻ മാത്രമാണ് നമ്മൾ റീഫിൽ ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നുള്ളൂ. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സിലിണ്ടേഴ്സും വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കംപ്രസറൊക്കെ ഓൺ ചെയ്ത് ഫില്ല് ചെയ്ത് പിറ്റേസ് നമ്മളത് യൂസ് ചെയ്യുന്നു. ആ ഒരു കംപ്രസർ യൂസ് ചെയ്യുന്ന ടൈം പോലും നല്ല ഫണ്ണായിട്ടും ചിലർക്ക് ദേഷ്യമൊക്കെ വരുമായിരിക്കും, കുറേ സിലിണ്ടേഴ്സ് ഇങ്ങനെ അടിക്കും, കാരണം ഭയങ്കര സൗണ്ടും ഉണ്ടായിരിക്കും. സോ നമുക്ക് ആ ഒരു ചെവിക്കൊന്നും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ഫോൺ, അതായത് പാട്ടല്ല കേൾക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യലിനകത്തേക്ക് വരുമ്പോൾ ഇതേ സെയിം എക്യുപ്മെന്റ്സും കാര്യങ്ങളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ചിലതൊക്കെ നമ്മൾ സെയിം തന്നെയാണ്, പക്ഷേ മാസ്കിലാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്കിലാണ് പിന്നീടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ BCDക്ക് പകരം അതായത് സ്കൂബയിൽ നമ്മൾ നോർമൽ ഗോഗിൾസ് അല്ല, ഗോഗിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിമ്മിങ്ങിന് മാത്രമാണ്. കാരണം നമുക്ക് സ്കൂബയിൽ നമ്മുടെ ഈ മൂക്കും കൂടെ കവർ ചെയ്യണം. ഓക്കെ, ഗോഗിൾസ് എന്ന് പറയുന്നത് ഇത്രേ വരുന്നുള്ളൂ അല്ലേ സ്വിമ്മിങ്ങിൻ്റെ. സ്കൂബയിൽ നമ്മൾ മൂക്കും കൂടെ കവർ ചെയ്യണം, എന്നാലാണ് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാസ്കുകളുണ്ട്, സ്കൂബ മാസ്കുകളുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ മേടിക്കണം. കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോൾ എക്യുപ്മെൻസിലുള്ള ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ഡിഫറെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ്കിന് പകരം നമ്മൾ ഇതുപോലെ തന്നെ ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പിന്നെ അതുപോലെ തന്നെ സിലിണ്ടറിൽ നിന്ന് നമ്മൾ എല്ലാ എയർ എടുക്കുന്നത് നമുക്ക് ആംബ്ലിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സർഫേസിൽ നിന്നുള്ള എയറാണ്, സർഫേസിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എയർ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആ ഒരു പൈപ്പ് നമ്മുടെ ഹെൽമെറ്റിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 3 പൈപ്പ് അതിൽ വരുന്നത്, ഒന്നെന്ന് പറയുന്നത് നീമോ വരും, പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ എയറിൻ്റെ ആ ഒരു പൈപ്പ് വരും, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, 3 എണ്ണം വരും. നീമോ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്ത് അറിയാനുള്ള കാര്യങ്ങൾ, അതായത് ഏത് ഡൈവർ എത്ര ഡെപ്തിലാണ് നിൽക്കുന്നില്ല. കൊമേഴ്ഷ്യൽ ഡൈവിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് സർഫേസിൽ സൂപ്പർവൈസറിൻ്റെ ടീം ഉണ്ടായിരിക്കും, അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവർക്ക് കൃത്യമായിട്ട് അറിയണം ഇന്ന ഡൈവർ ഇത്ര ഡെപ്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നീമോ കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഒരു ടീം വർക്കാണ്, കംപ്ലീറ്റ്ലി. സോ പിന്നെ നമ്മൾ നീമോ യൂസ് ചെയ്യുന്നത് സംടൈംസ് ലൈക്ക് എയർ വരുന്നില്ലെങ്കിൽ, എയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൽ 100% ഒന്നും നമ്മൾ എൻ്റെ ഒരു ഇത് പറയാം, അത് അങ്ങനത്തെ ഒരു എക്യുപ്മെൻ്റ് അല്ല, അത് ഡെപ്ത് അറിയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഈ 3
പൈപ്പുകളും കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെ നമ്മൾ അംബിലിക്കൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹെൽമെറ്റിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഇവിടെ സംസാരിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് സംസാരിക്കുക, എന്താണ് ഞാൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സൂപ്പർവൈസറിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സൂപ്പർവൈസർ പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. സോ അതിൽ നമുക്ക് തല നനയില്ല, നമ്മുടെ ശരീരം എവിടെ നനയുന്നില്ല. കൊമേഴ്ഷ്യൽ ഡൈവിൽ നമ്മൾ ഫുൾ എക്യുപ്മെൻറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു പോർഷനും കൈയിൻ്റെ ഒരു പോർഷനും മാത്രമാണ് നമുക്ക് നനയുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് കവറിങ് ആയിരിക്കും. വെറ്റ്സൂട്ട് നോർമലായിട്ട് നനയും, ഐ മീൻസ് ഹെഡ് മൊത്തം കവറിങ് ആയിരിക്കും. മുടി പോലും നമ്മുടെ നനയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഈ സ്യൂട്ടിനകത്ത് വെള്ളം കയറും? സ്യൂട്ടിനകത്ത് ആക്ച്വലി നമ്മൾ വെറ്റ്സൂട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളവരല്ല. ഡൈവിംഗ് എന്ന് പറയുന്നത് എപ്പോഴും കംഫർട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഒരു എക്യുപ്മെൻറ്റ്സും നമ്മളതിനെ എന്ത് ചെയ്യരുത്, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, കുറേ വെറ്റ്സൂട്ട് ടൈറ്റ് ആണെങ്കിൽ അത് പിടിച്ച് വലിച്ചിട്ട് ഇത് പിടിച്ച്, അത് നമ്മുടെ വർക്കിനെയും നമ്മുടെ കോൺസെൻട്രേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. വെറ്റ്സൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കമ്പനിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റില്ല, ബിക്കോസ് ഇപ്പം ഞാൻ എൻ്റെ വെറ്റ്സൂട്ട് എടുത്തത് കോറൽസ് എന്നാണ്. കോറൽസ് എന്ന് പറയുമ്പോൾ വളരെ വലിയ, എല്ലാവരും ഓർഡർ ചെയ്യണം. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെയാണ് അതിൻ്റെ ഇതേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് അവരുടെ ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തതാണ്. എന്ത് കൈൻഡ് ഓഫ് മെറ്റീരിയൽ അത് യൂസ് ചെയ്യുന്നത്? വെറ്റ്സൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നിയോപ്രിൻ എന്നുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ എന്താ പറയുക, വെള്ളം ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറുക, എന്നാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും, ആ ഒരു മെറ്റീരിയൽ നമ്മളെ സഹായിക്കും. ഓക്കെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരുപാട് ലോ ആയി പോവാതിരിക്കാനും ഹൈ ആയി പോവാതിരിക്കാനൊക്കെ നമ്മൾ തന്നെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നിയോപ്രിൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. നിയോപ്രിൻ, ചെറിയ ചെറിയ ഹോൾസ്. ഇല്ല, സിലിക്കൺ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ മാസ്കിലാണ്. അതായത് മൂക്ക് നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ളത് പറ്റില്ല. സോ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതിന് നമ്മൾ സിലിക്കൺ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ നിയോപ്രിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ബി സി ഡിയുടെ കാര്യം പറഞ്ഞു. സ്കൂബയിൽ നമ്മൾ ബി സി ഡി ആണ് യൂസ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ഡൈവിലേക്ക് പോകുമ്പോൾ ബി സി ഡിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ സ്ട്രാപ്പ് ജാക്കറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേത്ത് ഹാങ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ബഡി ലൈൻ ഉണ്ടായിരിക്കും, ഐ മീൻസ് റെസ്ക്യൂ ലൈൻ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ നൈഫ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇതൊക്കെ, ഒരുപാട് വലുതൊന്നും നമ്മുടെ മേത്ത് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി പാടില്ല. അറ്റ്ലീസ്റ്റ് നൈഫ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കെയിൽ മെഷർമെൻറ്റ് എടുക്കണം അടിയിൽ പോയിട്ട്. അപ്പോൾ ആ ഒരു സ്കെയിലുകൾ അതൊക്കെ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരുപാട് ഇതുണ്ടായിരിക്കും. എന്താ പറയുക, അത് നമ്മൾ ഡി ക്ലിപ്സ് എന്ന് പറയും, അതൊക്കെ ഡി റിങ് എന്ന് പറയും. ആ ഡി റിങ്ങുകൾ നമുക്കിത് ഹാങ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ നമ്മൾ ഒരിക്കലും ബോയൻസി, സ്കൂബയിൽ നമുക്ക് ബി സി ഡി യൂസ് ചെയ്തിട്ട് ബോയൻസി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നിന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അതെല്ലാം നമ്മുടെ ആ ഒരു കാലിൻ്റെ പവറിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ മോസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കും, ഇങ്ങനെ റെഫറൻസ് ലൈൻ ഉണ്ടായിരിക്കും, അതില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. സോ അതിനാ ഞാൻ പറഞ്ഞത്, റെഫറൻസ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പോയവരുടെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. സ്കൂബയിൽ നമ്മൾ മാക്സിമം അങ്ങനെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഓരോ ഡൈവ് സൈറ്റിലും. ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഡൈവ് ചെയ്യുമ്പോൾ എത്ര പേരെയാണ് പോകുന്നത്? എന്തായാലും നമ്മുടെ റൂള് പ്രകാരം ഒന്നിലധികം, അതായത് നമുക്കൊരു ബഡി സിസ്റ്റമാണ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ബഡി സിസ്റ്റം കീപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈവർ മിസ്സായി പോവേ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് മുക്കോമാർ വല കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഇതല്ല, കുടുങ്ങിപ്പോയാൽ പിന്നെ അവർക്ക് പോയി എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പകുതി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വിടും. അപ്പോൾ അതിങ്ങനെ ചില വലകൾ ഭയങ്കര നൈസായിരിക്കും, കാണാൻ പറ്റില്ല നമുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ. നമ്മൾ ചിലപ്പോൾ അയക്കൂടെയൊക്കെ പോകുന്ന സമയത്ത് അത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ബി സി ഡി ഇവിടെ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന സിലിണ്ടറിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, അത് തീരും, എയർ തീരും. അപ്പം നമ്മൾ കുറേ നേരം കിടന്നിങ്ങനെ റിപ്പയർ ചെയ്യാനും ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ടൈം എടുക്കും. പിന്നെ ചില ആളുകൾ പാനിക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെയുള്ള ബഡി വന്നിട്ട് നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് പതുക്കെ കട്ട് ചെയ്ത് തന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സർഫേസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡൈവ് കണ്ടിന്യൂ ചെയ്യാനോ നമുക്ക് ഇതാക്കും. അപ്പോൾ ബഡി സിസ്റ്റം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. താഴേക്ക് വരുന്ന പോയിന്റ് തൊട്ട് ആ മൊമെന്റ് തൊട്ട് നിങ്ങളെ ഫുള്ളി കംപ്ലീറ്റ് സർവൈലൻസിലാണ്. അതെ, ഫുൾ. അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ, ഡിസെൻഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് മുതൽ നമ്മൾ
ഫുൾ സർവൈലൻസ് ആണ്. yeah. വെള്ളം പേടിക്കേണ്ട ഒരു സാധനമാണോ? വെള്ളം പേടിക്കേണ്ട ഒരു കാര്യം സത്യത്തിൽ വെള്ളത്തിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പാനിക് ആവുന്നു അതിനനുസരിച്ചാണ് വെള്ളം റിയാക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. വെള്ളം എങ്ങനെയാണ് ഡേഞ്ചർ ആവുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ലേ ഡേഞ്ചർ ആവുന്നത്, അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മളവിടെ ഇറങ്ങരുത്. അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ വഴുക്കുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഡെപ്തുള്ള സ്ഥലമായിരിക്കാം, ചുഴിയുള്ളതായിരിക്കാം, അടിയൊഴുക്കുള്ള സ്ഥലങ്ങളായിരിക്കാം. സോ അവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങരുത്. നമ്മുടെ സ്വതവേ നമ്മുടെ ഒരു മനോഭാവം എന്താണ്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം കുറച്ചും കൂടി ചെയ്യാനുള്ള, അതൊക്കെയാണ് അപകടങ്ങളിലേക്ക് വരുന്നത്. ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ നമ്മളെ നോക്കുന്ന ഒരുപാട് വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. ഇതാരും കാണാത്ത കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ സ്വിം ചെയ്യാനും ഒക്കെ രസമാണ്, എൻജോയ്മെൻ്റ് എല്ലാം രസമാണ്. അവിടേക്കാണ് വെള്ളം അപകടകാരിയായി മാറുന്നത്. ഈവൻ നമ്മളിപ്പോൾ ഒന്ന് വെള്ളത്തിലേക്ക് വീണു എന്ന് വിചാരിക്കുക, നമ്മൾ ഒരു രീതിയിൽ നമ്മൾ പാനിക് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ താഴ്ന്ന് പോവത്തേ ഉള്ളൂ. ഓക്കെ, അതേസമയം നമ്മൾ റിലാക്സ് ആയി നമ്മുടെ ബോഡി ഫ്രീ ആക്കി ഒന്നുകൊണ്ട് വിട്ടു നോക്കൂ. നമുക്കറിയാം എന്താണ്, എന്തായാലും അപകടത്തിൽ പെട്ടു, പാനിക് ആവരുത്, റിലാക്സ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പൊന്തും, അല്ലേ? മുങ്ങിപ്പോകുന്ന ഒരാൾ 3 പ്രാവശ്യമെങ്കിലും പൊന്തി വരും എന്ന് കേട്ടിട്ടില്ലേ? ആ 3 പ്രാവശ്യത്തെ നമ്മൾ ക്യാച്ച് ചെയ്യണ ആളെന്നെ അതേപോലെ തന്നെ റിലാക്സ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം തന്നെ നമ്മുടെ ബോഡി പതുക്കെ മുകളിലേക്ക് വരും, നമുക്ക് രക്ഷ നേടാനുള്ളൊരിതുണ്ട്. പാനിക് എത്രത്തോളം ആവുന്നോ അത്രത്തോളം നമ്മൾ ടയേർഡാവും. ആക്ച്വലി ടയേർഡായിട്ട് പിന്നെ മുങ്ങിപ്പോവും, അതാണ് സംഭവിക്കുക. ഉള്ള എയർ ഒന്ന് ഓവറായിട്ട് നമ്മൾ പേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഇട്ട് നമ്മൾ വെറുതെ കുറെ ആക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, ടയേർഡാവും. ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനെന്ന് പറയുമ്പോൾ വെള്ളം കുറച്ച് ഒരു കട്ടിയുള്ള ഒരു സംഭവമാണ്, അല്ലേ? നമ്മൾ വെള്ളത്തിൽ ഓടുന്നതും കരയിൽ ഓടുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ? സോ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് വെള്ളത്തിനായിട്ട് ഹാൻഡിൽ ചെയ്യാണ്. പെട്ടെന്ന് നമ്മൾ ടയേർഡാവും. അപ്പോൾ റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കൂ, നമ്മൾ പതുക്കെ ഇങ്ങനെ പൊന്തി വരും. അയ്യോ, ഡൈവിൻ്റെ ഇടയിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ മുങ്ങിപ്പോകുന്നത്, ഇപ്പം നിങ്ങൾ ടൂറൊക്കെ പോയതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം. ഡൈവിങ്ങിൽ ഒരിക്കലും നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്. നമ്മുടെ ഗോൾഡൻ റൂൾ തന്നെ പറയുന്നത് നെവർ എവർ ഹോൾഡ് യുവർ ബ്രീത്ത് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. ഒരു കാരണവശാലും ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്. എങ്ങനെയാണോ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന പോലെ തന്നെ ഇൻഹെയിലും എക്സെയിലും ഡീപ്പായിട്ട് ചെയ്യുക. കംപ്ലീറ്റ്ലി ഇൻഹെയിൽ ചെയ്യുക, കംപ്ലീറ്റ്ലി എക്സെയിൽ ചെയ്യുക. ഒരു യോഗയ്ക്കൊക്കെ നമ്മൾ ബ്രീത്ത് എടുക്കില്ലേ? സോ ആ ഓരോ ഡൈവ് കഴിഞ്ഞ് വരും നമ്മളൊരു യോഗ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും നമ്മൾ ആ ഒരു ബ്രീത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്ട്രെസ്സും മറന്ന് നമ്മൾ ആ ഒരു ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ഡൈവ് കഴിയും തോറും പിന്നെയും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവും ആക്ച്വലി. അതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ബ്രീത്ത് ആരും ഹോൾഡ് ചെയ്യരുത്. ഡൈവ് ചെയ്ത ആളുകളായിക്കോട്ടെ, ഇനി ചെയ്യാൻ പോകുന്ന ആളുകളായിക്കോട്ടെ, അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം ഈ ഡൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഹെൽത്ത് റിലേറ്റഡ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് ഏജിലുള്ളവർക്കാണ് ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് വൈസും അതുപോലെ തന്നെ ഏജ് എന്ന് പറഞ്ഞത് 8 വയസ്സിന് മുകളിലുള്ള ആർക്കും, അതായത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 8 വയസ്സാണ് നമ്മൾ പറയുന്നത്. 8 വയസ്സ് എന്തെങ്കിലും പ്രത്യേക റൂൾ ഉണ്ടോ ഇന്ത്യയിൽ? അങ്ങനെ റൂളും ഇല്ലില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാം, ഇതൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാം. ഡൈവ് ചെയ്യുന്നത് നമുക്ക് 8 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 8 വയസ്സ് വയസ്സിലൊക്കെ നമ്മൾ പറയും, എന്നാലും 10 വയസ്സ്, അതായത് മെയിനായിട്ട് നമുക്ക് തന്നെ ഈ ബ്രീത്ത് ചെയ്യുന്ന ഡിവൈസ് അവർ തുപ്പിക്കളയരുത്. പിള്ളേരാണെങ്കിൽ പോലും അതിലാണ് നമ്മുടെ ലൈഫ് നിൽക്കുന്നത്. സോ അവർക്ക് ആ ഒരു ബുദ്ധി മുളയ്ക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ 8 മുതലല്ലേ. അതുകൊണ്ടാണ് അതിന് താഴത്തേക്കുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യാത്തത്. ആ ഒരു ബ്രീത്തിങ് ഡിവൈസ് കടിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കാനുള്ള ഒരു ഒരു സെൻസ് വരുന്നത് മുതൽ നമുക്ക് ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യാം. ഏജ് ലിമിറ്റ് നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് 45 ഇയേഴ്സ് മുതൽ നമ്മൾ മെഡിക്കൽ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഫിസിക്കലി ഫിറ്റാണ്, എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ കുറച്ച് ഫോർ എക്സാമ്പിൾ ഒരു അറ്റാക്ക് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ നമ്മളിത് പറ്റില്ല. കാരണം എന്താണ്, പ്രഷർ കൂടുതലാണ്. സോ അറ്റാക്ക് കഴിഞ്ഞത്, ഹൈ കൊളസ്ട്രോൾ ഉള്ളത്, ഹൈ BP ഉള്ളവർ, പിന്നെ അതുപോലെ തന്നെ അപസ്മാരമുള്ള ആളുകൾ, അവരൊക്കെ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. അത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ,
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും കള്ളം പറയാതിരിക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ആ ഒരു മെഡിക്കൽ ഫോമിൽ ഡൈവിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിങ്ങളിത് മെഡിക്കൽ ഫോം ഉണ്ട്. ഉണ്ട്. ആ മെഡിക്കൽ ഫോമിൽ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണോ, 45 ഇയേഴ്സ് എബോ ആണോ, ആണെങ്കിൽ ഇന്ന അസുഖങ്ങൾ ഉണ്ടോ. എനിക്കൊരു അസുഖം ഉണ്ടെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, അല്ലേ? സോ എനിക്ക് ആ ഡൈവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഓക്കെ ആ എസ് എന്നുള്ള സാധനം ഞാനൊരു നോ എഴുതി. ഡെപ്തിലേക്ക് പോകുന്തോറും നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ പ്രഷർ കൂടി വരികയാണ്. നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. ഞാനിതുപോലെ ആൻഡമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ ഡൈവ് സെൻറ്ററിൽ പോയിട്ട് അവർ റിജക്റ്റ് ചെയ്തു. അപസ്മാരമുള്ളത് കാരണം കൊണ്ട് ഡൈവ് ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞു. ആളെന്ത് ചെയ്തു, എനിക്ക് ഡൈവ് ചെയ്യണം, ഞാൻ വേറൊരു ഡൈവ് സെൻറ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ യെസ് എന്ന് എഴുതാനെടുത്ത് നോ എന്ന് എഴുതി. ഡൈവിന് വന്നു, നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഫോം നോക്കിയപ്പോൾ അതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 മീറ്റർ അങ്ങോട്ട് ആക്കിയപ്പോഴേക്ക് ഡെപ്തിലേക്ക് കൊണ്ടുപോയപ്പോഴേക്ക് ആളെന്ത് ചെയ്തു, അപസ്മാരം ഇളകി ഭയങ്കര സീനായി. അത് ഞാൻ പറയട്ടെ, നമ്മളത് നമ്മുടെ കരിയറിനും കൂടെ ബാധിക്കും. നമുക്കതൊരു ട്രോമയായി മാർക്കും. അയാൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഡൈവ് ചെയ്യുമ്പോഴും അത് നമുക്കൊരു ട്രോമയാണ്. എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമുക്ക് എന്താ പറയുക, അതായത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസീസുകൾ വിസിബിൾ ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സർഫേസിലേക്ക് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. പിന്നെ അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡുകളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിസീസുകളുള്ളവർ ചെയ്യരുതെന്നുള്ളത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവരുതെന്ന്. എല്ലാവരുടെയും ജീവിതത്തിനൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ ജീവനൊരു വാല്യൂ ഉണ്ട്. സോ അത് നഷ്ടപ്പെടാതിരിക്കാൻ, അതിന് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആളത് കള്ളം പറഞ്ഞത് കാരണം കൊണ്ട് എന്ത് പറ്റി, പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ എന്തെങ്കിലും ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ജീവന് അപകടം വന്നാൽ നമുക്ക് ഡൈവ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ഇൻസിഡൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഹെൽത്തി ആയിട്ടുള്ള ആർക്കും ചെയ്യാം. ആർക്ക് വേണേലും ഡൈവ് ചെയ്യാം. ഇനിയിപ്പോൾ അത് മാത്രമല്ല, സ്പെഷ്യലി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അവരുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ ആയിരിക്കും അങ്ങനത്തെ ഒരു പ്രോഗ്രാം എന്നുള്ളത്. ആ കൊച്ചുങ്ങൾക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ ദിവസം. യെസ്, എല്ലാം കുട്ടികളാണ്. ഞാൻ ആ ഡൈവ് ചെയ്യേണ്ട അന്ന് ഞാൻ കരഞ്ഞ് ഡൈവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തോ ഇമോഷണലി ഞാൻ അന്ന് ഭയങ്കര ഇതായിപ്പോയി. ഈവൺ ഇപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിരുന്നു അത് ആക്ച്വലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി കേൾക്കില്ല, ചിലർക്ക് സംസാരിക്കാൻ പറ്റില്ല, ചിലർക്ക് കൈയില്ലായിരുന്നു, കാലില്ലായിരുന്നു. പക്ഷേ അവർക്ക് അണ്ടർ വാട്ടർ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഹാൻഡിൽ ചെയ്തു ഒരു കൈയും കാലും ഒക്കെ ഇല്ല, എങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത്ര കാര്യമുള്ളൂ. അവർ വെള്ളത്തിലേക്ക്, ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വെള്ളത്തിലേക്ക് എല്ലാവരും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കും. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, BCD എല്ലാം ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ BCD ഒരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, താഴ്ന്നു പോവില്ല. പിന്നെ ഇവർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പതുക്കെ ഡീഫ്ലേറ്റ് ചെയ്യുമ്പോൾ താഴ്ത്തിക്കും. കാരണം ഇവർക്ക് ഒരു തരത്തിലുള്ള ഫിസിക്കലായിട്ടൊരു ആക്ടിവിറ്റി അവിടെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളാണ് അവരെ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കാലില്ല, കയ്യില്ല, എനിക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ, നിങ്ങൾ മെൻ്റലി നിങ്ങൾ ഓക്കെയാണ്, ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും. സോ അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് വേണ്ടേ? ഇവരുടെ ഒരു ബോഡി സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇവരെ കൂടെ ഡൈവ് ചെയ്യുന്നത്? ഓക്കെ, ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുടെ നമുക്ക് വേണ്ടത് അവരുടെ മെൻ്റൽ ഹെൽത്ത് മാത്രം മതി. ഓക്കെ, ഫിസിക്കലി അവർ ഓക്കെ ആണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവരെ, അതായത് ഡൈവ് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് വൈസ് അവർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ മെൻ്റൽ ഹെൽത്ത് മാത്രം നമുക്ക് സപ്പോർട്ടിന് മതി. അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ അവരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, BCDയുടെ കാര്യം പറഞ്ഞു. ആ BCD നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാനും ഡീഫ്ലേറ്റ് ചെയ്യാനും പറ്റും. ഇത് അവരെ വേറെ ചെയ്തതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർ ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയാണോ ഡൈവിങ് പൊസിഷൻ അതുപോലെ തന്നെ നിൽക്കുക. നമ്മൾ അവരെ ആ ഒരു BCDയിലുള്ള എന്താ പറയുക, ഇൻഫ്ലേറ്റിംഗ് ഡീഫ്ലേറ്റിംഗ് ബട്ടണൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ബോയൻസി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഞാനാണ് നീന്തുന്നത്, എൻ്റെ കൂടെ വരുന്ന ആളിനെ അവരുടെ കയ്യോ കാലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വെറുതെ ഡൈവിങ് പൊസിഷനിൽ കിടന്നു തരിക, നമ്മളെല്ലാവരും അവരെ വേണ്ട കാഴ്ചകളൊക്കെ കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. സോ അങ്ങനെ ഒരു ഫിസിക്കൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല.
ഇനിയിപ്പോൾ നോർമൽ ആളുകളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഡൈവിന് നമ്മളാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം കിടന്ന് നീന്താൻ ശ്രമിക്കുമ്പോഴും അപ്പം കിടന്ന് കൈയിട്ട് കിടക്കുമ്പോഴൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ വായലൊക്കെ വെക്കുന്ന ഡിവൈസ് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് കൈ തട്ടിയിട്ട് വലിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്, ബാഡായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഡൈവിന് ഇറങ്ങുമ്പോൾ തന്നെ അവരോട് പറയും, കൈകാലുകളൊന്നും വല്ലാണ്ടിട്ട് അടിക്കരുത്, നിങ്ങൾ നീന്തണ്ട, നിങ്ങൾ ജസ്റ്റ് ഡൈവിംഗ് പൊസിഷനിൽ ഇരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ കാഴ്ചകളെ കണ്ടുപോയിട്ട് എവിടെയാണോ കൊണ്ടുപോയ പോയിന്റ് അവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തി തരും എന്നുള്ളത് പറയും. എന്തായിരുന്നു അവരായിട്ട് പോയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസോ? ഓ മൈ ഗോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി ഭയങ്കര അന്ന് ഹാപ്പിയാണോ, മേ ബി ഹാപ്പി തന്നെ ആയിരിക്കാം. ഞാൻ ഭയങ്കര കരഞ്ഞു ഞാൻ അന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ. അന്ന് കുറേ മീഡിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെവി കേൾക്കാത്തൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, 8 വയസ്സിന്. ആളും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ബ്രീഫ് ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ അണ്ടർ വാട്ടറിൽ ആംഗ്യ ഭാഷകളാണ് സ്കൂബയിൽ, ആക്ഷൻസ് ആണ് നമ്മൾ സ്കൂബയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവന് പറഞ്ഞേക്കും. അവനത് ലിസൺ ചെയ്തിട്ട് ആ കുട്ടി ഒരു രീതിയിലുള്ള എങ്ങനെ അത് ലിസൺ ചെയ്യാൻ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല. അവനത് എങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഡൈവിന് കൊണ്ടുപോയപ്പോൾ ഇന്ന് വരെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ബെസ്റ്റ് ഞാൻ കൊണ്ടുപോയ ഏറ്റവും നല്ല ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അവനാണ്. ഇന്ന് ഞാൻ അവനെ മറക്കില്ല. സോ അത്രയും അവനതിന് എനിക്ക് ഞാൻ കൊടുത്ത സപ്പോർട്ട് പോലെ തന്നെ ആ ഡൈവിന് വേണ്ടിയിട്ട് അവനും അത് സപ്പോർട്ട് ചെയ്ത് നിന്നു. എല്ലാം പറഞ്ഞ പോലെ തന്നെ അവനെല്ലാം അത് ചെയ്തു. അവരുടെ ഒരു സിസ്റ്റർ ഉണ്ട്, ആളാണ് വന്നിട്ട് ഞങ്ങൾ ഫുള്ളായിട്ടുള്ള ഒരു ബ്രീഫ് കൊടുക്കുമ്പോൾ ആളാണ് നിന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ, ഞങ്ങൾ ആ സിസ്റ്ററിനെ ട്രസ്റ്റ് ചെയ്യുന്നു, കുട്ടികളും ആ സിസ്റ്ററിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നടന്നൊരു ഡൈവായിരുന്നു. കൈകളില്ലാത്ത ആളുകളുണ്ടായിരുന്നു, കാലില്ലാത്തതൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയപ്പോഴും എന്താ പറയുക, അവർ തന്ന സപ്പോർട്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് കടലിലേക്ക് എത്താൻ ആഗ്രഹമുള്ളവരെ വീൽ ചെയറിൽ അവരെ സപ്പോർട്ടൊക്കെ കൊണ്ട്. അപ്പം അതിന്റെ ഡീപ്പിലൊരു ഒരു എന്താ പറയുന്ന ഒരു വേൾഡ് അവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ, സന്തോഷമുള്ള ഒരു ഭയങ്കര സന്തോഷല്ലേ. അത് നമ്മൾ അതിൻ്റെ ഒരു നമുക്ക് ഈസി ഭാഗമാവുന്നു. ആയിട്ട് നടന്ന് അവിടെ കടലിന്റെ സൈഡിൽ പോവാം, വെള്ളത്തിന്റെ സൈഡിൽ പോവാം, പക്ഷെ അവർക്കൊരിക്കലും അതെ, അവരുടെ കാരണങ്ങൾ കൊണ്ട് അതൊരിക്കലും നടക്കില്ല. പക്ഷെ അത് നടത്താൻ നമ്മളെ പോലുള്ള കുറച്ച് ആളുകൾ മുന്നിലുമ്പോൾ അവരും ഹാപ്പിയാണ്, അതിലുപരി നമ്മളും ഹാപ്പിയാണ്. അവരൊരിക്കലും ഇന്ന കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ല, നിങ്ങൾക്കത് പറ്റും, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ വെൽക്കം ചെയ്തത്. അവർ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തു. സോ അവർ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു സ്കൂബ ഡൈവ് 10, 25, 30 പിള്ളേരുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഹാപ്പി മൊമെൻറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമായിരുന്നു അത്.